ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈക്കെതിരെ ഒരു മികച്ച വിജയം സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങളിൽ എങ്കിലും ചുരുങ്ങിയത് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. കാരണം ബാക്കിയുള്ള എല്ലാ ടീമുകളും ആ ഒരു പ്ലേ ഓഫ് സ്പോട്ടിന് വേണ്ടി ബാക്കിയുള്ള എല്ലാ ടീമുകളും മികച്ച പ്രകടനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് യഥാർത്ഥത്തിൽ തിരിച്ചടിയായത് സീസണിന്റെ തുടക്കത്തിൽ ചില തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഇവിടെ മോഹൻ ബഗാന്റെ ആരാധകനായ മൗര്യ മണ്ഡൽ ഒരു വിശകലനം നടത്തിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പഞ്ചാബിനോടും അതുപോലെ തന്നെ ഹൈദരാബാദിനോടും തോൽവികൾ ഏറ്റുവാങ്ങി എന്നും അത് അവർക്ക് യഥാർത്ഥത്തിൽ തിരിച്ചടിയായി എന്നുമാണ് മണ്ഡൽ പറഞ്ഞിട്ടുള്ളത്. വിജയിക്കാൻ സാധിക്കുമായിരുന്ന മത്സരങ്ങൾ പരാജയപ്പെട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി. അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വിശകലനം വരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സിന് സീസണിൻ്റെ തുടക്കത്തിൽ പഞ്ചാബിനോടും ഹൈദരാബാദിനോടും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. തീർച്ചയായും ഈ ഒരു അവസരത്തിൽ അവർ അതിലേക്ക് തിരിഞ്ഞു നോക്കുക തന്നെ ചെയ്യും, അതിനെപ്പറ്റി ചിന്തിക്കുക തന്നെ ചെയ്യും. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ലായിരുന്നു. ആ മത്സരത്തിൽ വിജയിക്കുകയും ഈസ്റ്റ് ബംഗാളിനെതിരെ ഇപ്പോൾ അവസാനിച്ച മത്സരത്തിൽ എന്തെങ്കിലുമൊക്കെ ലഭിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഏറെയായിരുന്നു. ഇതാണ് മൗര്യ മണ്ഡൽ തൻ്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചിട്ടുള്ളത്. ശരിയാണ്, ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ ദുർബലരായ ഹൈദരാബാദ് FC പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽക്കേണ്ടി വന്നു. മാത്രമല്ല, സീസണിൻ്റെ ആദ്യ മത്സരത്തിൽ പഞ്ചാബിനോട് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. യഥാർത്ഥത്തിൽ ആ 2 തോൽവികൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. മിക്കേൽ സ്റ്റാറയ്ക്ക് കീഴിലായിരുന്നു അന്ന് ക്ലബ്ബ് കളിച്ചിരുന്നത്. ആ 2 മത്സരങ്ങളിൽ വിജയം നേടിയിരുന്നുവെങ്കിൽ ഇന്ന് പ്ലേ ഓഫിന് വേണ്ടിയുള്ള ആ ഒരു പോരാട്ടങ്ങളിൽ വളരെ സജീവമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകുമായിരുന്നു. ഏതായാലും സീസണിൻ്റെ തുടക്കത്തിലെ മോശം പ്രകടനം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.